This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Professor Dr. Kalyan Khade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, let us know about a very unique ritual related with coconut. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് പഞ്ചായത്തിലെ ദേശം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിലേക്കാണ്. വളരെ ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ക്ഷേത്ര പരിസരത്തൂടെ അല്പം മുന്നോട്ട് നടന്നാൽ സ്വച്ഛ ശാന്തമായി ഒഴുകുന്ന ദേശപ്പുഴ കാണാം. നാളികേരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം അന്വേഷിക്കുന്ന ഈ ചാനലിൽ ഈ ക്ഷേത്രത്തിനുള്ള പ്രസക്തി എന്താണെന്നല്ലേ പറയാം. ശ്രീ മഹാഗണപതിയും ദത്താത്രേയ സ്വാമിയും കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയും പ്രധാന പ്രതിഷ്ഠകളായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മണ്ഡലദിന നാരികേല വ്രതം. തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഭക്തർ ഈ ക്ഷേത്രത്തിൽ നാളികേരം സമർപ്പിക്കുകയും അത് ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ കെട്ടിവെക്കുകയും ചെയ്യുന്നു. വ്രതശുദ്ധിയോടെ 41 നാൾ അഥവാ ഒരു മണ്ഡലകാലം കഴിഞ്ഞ ശേഷം വീണ്ടും ഈ ക്ഷേത്രത്തിൽ തന്നെ തിരികെ എത്തി 41 തവണ ഭഗവാനെ പ്രദക്ഷിണം വച്ച ശേഷം ആ നാളികേരം ഭക്തിയോടുകൂടി അവരവരുടെ ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. 1990കളുടെ ആദ്യത്തിൽ ശ്രീ 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 ഗണപതി സച്ചിദാനന്ദ സ്വാമികളാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തളത്തേക്ക് കടക്കുമ്പോൾ നീണ്ട നിരകളായി കൊരുത്തിട്ടിരിക്കുന്ന നാളികേരങ്ങളുടെ ഈ കാഴ്ച വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. സങ്കടങ്ങൾ ഉണർത്തിക്കാനെത്തുന്ന ഭക്തർക്കും ഭഗവാനുമിടയിൽ മധ്യസ്ഥം വഹിക്കുന്ന ഇവിടുത്തെ പ്രധാന പൂജാരിയാണ് ശ്രീ മാരുതി കുമാർ ശർമ്മ. മണ്ഡലദിന നാരികേല വ്രതത്തെക്കുറിച്ചും അതിൻ്റെ വിശേഷതകളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി തന്നെ പറഞ്ഞു തരികയാണ്. ജയഗുരുദത്ത ശ്രീ ഗണപതി സച്ചിദാനന്ദ സദ്ഗുരു നമഃ. ഞാൻ മാരുതി കുമാര ശർമ്മയാണ്. ഈ ദത്താഞ്ജനേയ ക്ഷേത്രത്തിൽ ഞാൻ പ്രധാന അർച്ചകനായി മേൽശാന്തിയായി സ്വാമിക്ക് സേവകൾ ചെയ്യുന്നു. ആഞ്ജനേയ സ്വാമിയുടെയും ശ്രീ ദത്താത്രേയ സ്വാമിയുടെയും മഹാഗണപതിൻ്റെയും വിശേഷ പൂജകളെല്ലാം ഞാൻ നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്ന എല്ലാ പൂജകളും വേദോക്തമായിട്ടുള്ള വിധാനത്തിലാണ് ആചരിക്കുന്നത്. വേദോക്തമായ മന്ത്രങ്ങൾ കൊണ്ടും വിശേഷമായ വേദസൂക്തങ്ങൾ കൊണ്ടാണ് ഇവിടെ സ്വാമിയെ അർച്ചന ചെയ്യുന്നതും പൂജ ചെയ്യുന്നതും. പരമപൂജ്യ ദത്തപീഠാധിപതി ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജി കേരളത്തിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ദത്താത്രേയ സ്വാമിയോടൊപ്പം ഇവിടെ വിളങ്ങുന്നത് ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയാണ്. ഈ ക്ഷേത്രത്തിലുള്ള വിശേഷ പൂജയാണ് മണ്ഡലദിന നാരികേള വ്രതം എന്ന് പറയുന്നത്. അതായത് 41 ദിവസങ്ങൾ ഭക്തന്മാർ വ്രതമെടുത്ത് ഒരു നാളികേരം അവരുടെ പ്രതിനിധിയായി ഈ ക്ഷേത്രത്തിൽ, അതായത് ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ ദിവ്യ സന്നിധിയിൽ വെച്ചിട്ട് ആ സ്വാമിയെ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം മന്ത്രജപം കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ഈ വ്രതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചടങ്ങ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്കും ആ സ്വാമിയുടെ നാമം ജപിക്കുന്നത് കൊണ്ടും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ഉണ്ടാകും, ആഗ്രഹങ്ങൾ സഫലമാകും. അതിനുവേണ്ടിയാണ് പരമപൂജ്യ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജി മണ്ഡലദിന നാരികേള വ്രതം എന്ന ഈ പൂജ ഇവിടെ ആദ്യമായി പ്രാരംഭിക്കുകയുണ്ടായി. ഈ ക്ഷേത്രത്തിൽ വന്ന ഭക്തന്മാർ സ്വാമിയുടെ സന്നിധിയിൽ ഈ നാരികേളം സമർപ്പണം ചെയ്ത് 41 പ്രദക്ഷിണം ചെയ്ത് ഹനുമാൻ സ്വാമിനെ പ്രാർത്ഥിക്കണം.
മാത്രമല്ല മന്ത്രജപത്തോടൊപ്പം എല്ലാവരും സസ്യഭുക്കായിരിക്കും. ശാഖാഹാരം, സ്ട്രിക്റ്റ് വെജിറ്റേറിയനായി 41 ദിവസം മന്ത്രം ജപിക്കുമ്പോൾ ആ മനസ്സും ശരീരവും ശുദ്ധിയാകും. മന്ത്രജപം കൊണ്ടും ശരീരം സസ്യഭക്ഷണം കൊണ്ടും ശുദ്ധിയാകും. അങ്ങനെ ശുദ്ധമായ മനസ്സും ശരീരം കർമ്മങ്ങളെ കൊണ്ട് പരമാത്മനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ദുരിതങ്ങളും ദോഷങ്ങളും പാപങ്ങളും ക്ഷമിക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ സിദ്ധിക്കാൻ വേണ്ടിയുള്ള ആ അനുഗ്രഹം പരമാത്മ, അതായത് ശ്രീ കാര്യസിദ്ധാനന്ദ സ്വാമി പ്രദാനം ചെയ്യും. ശ്രീ മാരുതി ശർമ്മ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഈ ബോർഡിൽ എഴുതി ചേർത്തിട്ടുണ്ട്. എങ്കിലും ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ വന്ന ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ കൂടി ശ്രീ മാരുതി ശർമ്മ നമുക്കായി പറഞ്ഞു തരുന്നു. ഈ ക്ഷേത്രത്തിൽ വന്ന് നാരികേള വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ചെയ്യേണ്ടത് ആദ്യം പൂജാ കൗണ്ടറിലേക്ക് ചെന്നിട്ട് അവരുടെ പേരിലുള്ള റെസിപ്റ്റ് എടുക്കണം. പേരും നാളും പറഞ്ഞ് റെസിപ്റ്റ് എടുത്ത ശേഷം അവർക്ക് ഇഷ്ടമുള്ള ഒരു നാളികേരം തിരഞ്ഞെടുക്കാം. ആ നാളികേരത്തിൻ്റെ മുകളിൽ ആ റെസിപ്റ്റിൻ്റെ ഉള്ള നമ്പർ ഒട്ടിച്ചിട്ട് ആ നാളികേരം പ്ലസ് റെസിപ്റ്റ് രണ്ടും സ്വാമിയുടെ കാര്യസിദ്ധാഞ്ജനേയ സ്വാമിയുടെ തിരുസന്നിധിയിൽ വയ്ക്കുക. അതിനുശേഷം അവരുടെ പേരിൽ പൂജ നടത്തി പ്രസാദം തരും. പ്രസാദം സ്വീകരിച്ചിട്ട് നാളികേരം കയ്യിലെ പിടിച്ച് 41 തവണ ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം മന്ത്രജപം കൊണ്ട് ചെയ്യണം. അതിനുശേഷം ആ നാളികേരം അവിടെ രണ്ടാമത്തെ കൗണ്ടറിൽ സമർപ്പിക്കുമ്പോൾ അവരുടെ പേരിൽ ഈ നാളികേരം സ്വാമിയുടെ സന്നിധിയിൽ തന്നെ തൂക്കി വയ്ക്കും, കട്ടിവയ്ക്കും. ദാറ്റ് മീൻസ് വി ആർ ഓഫറിംഗ് കോക്കോനട്ട് ആസ് അവർ റിപ്രസെൻറ്റേറ്റീവ് സോ ദാറ്റ് it will stays there in the temple in the premises of Hanuman Swami remain 41 days. അങ്ങനെ നമ്മുടെ ഭജനം നമ്മുടെ ശരീര തുല്യമായിട്ടുള്ള ഒരു ഭക്തൻ്റെ ശരീരത്തിൻ്റെ തുല്യമായിട്ടുള്ള ഒരു പൂർണ്ണ ഫലമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. നാളികേരത്തിന് വളരെ വിശേഷമായിട്ടുള്ള ആധ്യാത്മിക ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് പൂർവികർ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാമിജി നാളികേരം തന്നെ സമർപ്പിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ വിശേഷമായ ദൈവികമായ ഒരു പൂർണ്ണ ഫലമാണ് നാളികേരം. ഈ നാളികേരം നമ്മുടെ ശരീരത്തിന് തുല്യമായി ഇവിടെ വസിക്കുന്നു, ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ വീട്ടിൽ മന്ത്രം ജപിക്കുക, സസ്യഭുക്കായിരിക്കുക. പിന്നെ 40 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും വന്നു 41 പ്രദക്ഷിണം പൂർത്തിയാക്കി വീണ്ടും നാളികേരം പൂജിച്ചിട്ട് ആ പ്രസാദമായി കൊണ്ടുപോയ തേങ്ങ പ്രസാദമായിട്ട് കഴിക്കണം. നാളികേരം പ്രസാദമാണ്. അതിനുള്ളിലുള്ള ആ നാളികേരത്തിൻ്റെ സത്ത് പ്രസാദമായി സ്വീകരിക്കുന്നത് കൊണ്ട് ആ വ്രതം അവിടെ പൂർണ്ണമാകും. ഇങ്ങനെ 41 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ആഞ്ജനേയ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കും. മനസ്സും ശരീരവും ശാന്തമാകും. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ കൂടി പറയുകയും ചെയ്യും. ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം പരിചയപ്പെടുത്തി തരാതിരിക്കാനാവുന്നില്ല. ഇവിടെ മനോഹരമായ ഒരു അന്നദാന മണ്ഡപവും ശ്രീ ധന്വന്തരി മന്ദിരവും സ്ഥിതി ചെയ്യുന്നു. ഇതിനെല്ലാം സാക്ഷിയായി ശ്രീ വിജയ ആഞ്ജനേയ ഭഗവാന്റെ 18 അടി ഉയരമുള്ള ഒരു പ്രതിമയും. യാത്രകൾക്കും മുഖ്യ കാര്യനിർവഹണത്തിനും പുറപ്പെടുമ്പോൾ ഈ പ്രതിമയ്ക്ക് മുൻപിൽ വിശേഷ മന്ത്രങ്ങളോടുകൂടി പതാക സ്ഥാപിക്കുന്ന പതിവുണ്ടത്രേ. ഹനുമാൻ അഞ്ജനാസൂനുർവായുപുത്രോ മഹാബലഃ രാമേഷ്ടഫൽഗുണസഖ പിംഗാക്ഷോമിതവിക്രമ ഉദധിക്രമണശ്ചൈവ സീതാശോകവിനാശനഃ ലക്ഷ്മണപ്രാണദാതാ ച ദശഗ്രീവസ്യ ദർപ്പഃ ദ്വാദശൈതാനി നാമാനി കപീന്ദ്രസ്യ മഹാത്മന സ്വാപകാലേ പഠേന്നിത്യം യാത്രാകാലേ വിശേഷത തസ്യ മൃത്യുഭയം നാസ്തി സർവത്ര വിജയീ ഭവേത്. കാര്യസിദ്ധി ഹനുമാൻ സ്വാമി എല്ലാ ഭക്തരുടെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.